നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലയോര മേഖലയായ തിരുവമ്പാടിയിൽ രാഷ്ട്രീയ ചൂട് വർദ്ധിപ്പിച്ചുകൊണ്ട് കെ മുരളീധരനായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ പോരാളിയായ മുരളീധരനെ തിരുവമ്പാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രാദേശിക തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കെ മുരളീധരന് മലയോര മണ്ണിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടെയുള്ള പോസ്റ്ററുകൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇടതുമുന്നണിക്ക് മുൻതൂക്കമുള്ള തിരുവമ്പാടി തിരിച്ചുപിടിക്കാൻ മതേതരത്വത്തിന്റെ കാവലാളായ മുരളീധരൻ തന്നെ വേണമെന്നാണ് പോസ്റ്ററുകളിലെ പ്രധാന ആവശ്യം. നിലവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന വികാരമാണ് ഈ നീക്കത്തിന് പിന്നിൽ. വടകരയിലും തൃശൂരിലും പാലക്കാട്ടുമെല്ലാം നടത്തിയ പോരാട്ടവീര്യം തിരുവമ്പാടിയിലും ആവർത്തിക്കണമെന്ന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. തിരുവമ്പാടിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് വെറുമൊരു പ്രാദേശിക വികാരം മാത്രമല്ല, മറിച്ച് UDF-നുള്ളിൽ നടന്നുവരുന്ന സീറ്റ് വെച്ചുമാറൽ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ചില സീറ്റുകൾ പരസ്പരം മാറുന്നത് സംബന്ധിച്ച ഗൗരവമായ ആലോചനകൾ നടക്കുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിജയ സാധ്യത മാത്രം മാനദണ്ഡമാക്കി ചില മണ്ഡലങ്ങളിൽ മാറ്റം വരുത്താനാണ് മുന്നണി ലക്ഷ്യമിടുന്നത്. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഗുരുവായൂർ, തിരുവമ്പാടി സീറ്റുകളാണ്. മുസ്ലിം ലീഗ് പരാജയപ്പെട്ട സീറ്റുകൾ കോൺഗ്രസിന് നൽകി പകരം കോൺഗ്രസ് പരാജയപ്പെട്ട സീറ്റുകൾ ലീഗ് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ 2 തവണയായി തിരുവമ്പാടി ഇടതുപക്ഷത്തിനൊപ്പമാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലെ വോട്ടുകൾ ഏകീകരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ സാധിക്കുമെന്ന വിലയിരുത്തലാണ് ലീഗിനെ ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. തിരുവമ്പാടി വിട്ടു നൽകുന്നതിന് പകരമായി ലീഗ് കണ്ണുവെക്കുന്നത് മലപ്പുറത്തെ തവന്നൂർ മണ്ഡലത്തിലാണ്. KT ജലീൽ പ്രതിനിധീകരിക്കുന്ന തവന്നൂർ പിടിച്ചെടുക്കാൻ ലീഗിന് സാധിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നു. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് ആകെയുള്ള 4 സീറ്റുകളിൽ ഒന്നായ തവന്നൂർ വിട്ടു നൽകുന്നതിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ചില വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. സീറ്റ് വെച്ചുമാറൽ ചർച്ചകളിൽ തിരുവമ്പാടിയും തവന്നൂരും മാത്രമല്ല ഇടം പിടിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയും കൂങ്ങാടും തമ്മിൽ വെച്ചുമാറുന്ന കാര്യത്തിൽ ഏകദേശ ധാരണ കഴിഞ്ഞു. പട്ടാമ്പിയിൽ മുസ്ലിം ലീഗ്, കൂങ്ങാട് കോൺഗ്രസും മത്സരിക്കാനാണ് നിലവിലെ നീക്കം. തിരുവമ്പാടിയിലേക്ക് താൻ വരുമോ എന്ന കാര്യത്തിൽ കെ മുരളീധരൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വട്ടിയൂർക്കാവ് കുടുംബ വീടാണെന്നും MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്നുമുള്ള ഒരു പൊതു നിലപാട് അദ്ദേഹം നേരത്തെ പങ്കുവച്ചിരുന്നു. എന്നിരുന്നാലും പാർട്ടി ആവശ്യപ്പെട്ടാൽ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കുന്ന ചരിത്രമാണ് മുരളീധരന്റേത്. പാലക്കാട് ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ അദ്ദേഹത്തിന്റെ പേര് ചർച്ചകളിൽ വരുന്നുണ്ടെങ്കിലും തിരുവമ്പാടിയിലെ മലയോര മേഖലയിൽ അദ്ദേഹം എത്തുന്നതിനോടാണ് കോഴിക്കോട്ടെ പ്രവർത്തകർക്ക് താൽപര്യം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയം നിയമസഭയിലും ആവർത്തിക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. പരമ്പരാഗതയായി ഓരോ മുന്നണിയും മത്സരിക്കുന്ന സീറ്റുകളിൽ മാറ്റം വരുത്തുന്നത് വഴി ഭരണവിരുദ്ധ വികാരം പരമാവധി വോട്ടാക്കി മാറ്റാമെന്ന് നേതൃത്വം കരുതുന്നു. മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നതിലല്ല, മറിച്ച് മത്സരിക്കുന്ന സീറ്റുകളിൽ പരമാവധി എണ്ണം വിജയിപ്പിക്കുക എന്നതിനാണ് ഇത്തവണ മുൻഗണന. തിരുവമ്പാടിയിലെ പോസ്റ്റർ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചകളിൽ പ്രധാന വിഷയമാകും. മലയോര മണ്ണിലെ ഈ പുതിയ രാഷ്ട്രീയ നീക്കം UDF-ന് കരുത്താകുമോ അതോ സീറ്റ് വിഭജനത്തിൽ പുതിയ തർക്കങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.